നിങ്ങൾക്ക് എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ടുകൂടെ? ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് ജയസൂര്യ എൻ്റെ ഒരു എനിമിയല്ല, ഒരിക്കലുമല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സഹോദരികൾക്കല്ല, അമ്മമാർക്ക്, പെങ്ങൾ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? തുണി അയച്ചില്ല എന്ന തെറ്റാണ് ഞാൻ ചെയ്തത്. പൊസഷനും ഇവരുടെ ആധിപത്യവും ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരുന്നായിരുന്നേ. ഇതുകൊണ്ട് ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല. ജനങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞു. ജോമോളുടെ റൂമിൽ പോയി ആരും കൊട്ടിയില്ല, ശരിയായിരിക്കും, ജോമോളെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു റിപ്പോർട്ടായിരുന്നു. ഇങ്ങനൊരു നടപടി മലയാളത്തിൽ വന്നത് എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനൊരു കമ്മീഷനെ നിയമിക്കുന്നു, ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നു, അതൊരു വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പല്ലായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം ഇത്രയും ചേഞ്ചസ് ഉണ്ടായത്. അവരുടെ ആ ഒരു ധൈര്യം, ധൈര്യത്തോടെ മുമ്പോട്ട് വരാനുള്ള ധൈര്യമാണ് ഇന്നിപ്പം നമുക്കൊക്കെ ഇതെല്ലാം, എനിക്കൊക്കെ തുറന്നു പറയാൻ അവസരം കിട്ടിയത് തന്നെ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ എന്താണ് പൊസഷനും ഇവരുടെ ആധിപത്യവും ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരുന്നായിരുന്നേ. ഇതുകൊണ്ട് ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല. ജനങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞു. ജയസൂര്യക്കൊക്കെ എതിരെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പോൾ വ്യാപകമായൊരു സൈബർ അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവരോടുള്ള മറുപടി എന്തായിരിക്കും? അവരോടുള്ള മറുപടി, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം എനിക്ക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. എനിക്ക് ജയസൂര്യ എൻ്റെ ഒരു എനിമിയല്ല, ഒരിക്കലുമല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സഹോദരികൾക്കല്ല, അമ്മമാർക്ക്, പെങ്ങന്മാർക്കാണ് ഇത് നടന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് തന്നെ ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ടുകൂടെ? ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച സ്ട്രഗ്ലിങ്, എത്രമാത്രം മെൻ്റൽ ടോർച്ചർ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? തുണി അയച്ചില്ല എന്ന തെറ്റാണ് ഞാൻ ചെയ്തത്. അതിന് നിങ്ങൾ എന്നെ കല്ലെറിയാൻ നിൽക്കരുത് പ്ലീസ്. എനിക്ക് ജസ്റ്റിസ് കിട്ടണം. ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ കേരളം തന്നെ വിട്ട്, മലയാള സിനിമ തന്നെ വിട്ട് ഞാൻ ചെന്നൈക്ക് പോയതാണ്. തിരിച്ച് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ടു റിവീൽ ദ ട്രൂത്ത്. ഞാനത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് സത്യമായിട്ട് പറയുന്നു. എനിക്ക് ആരും എനിമീസ് അല്ല. ബട്ട് ഐ ഹാഡ് എ ബിറ്റർ എക്സ്പീരിയൻസ്. ഇതുപോലെ നിങ്ങളുടെ പെങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. അത് എന്നെ കല്ലെറിഞ്ഞോ, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു കാര്യം, മുകളിലൊരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നാളേക്കുള്ള റിവാർഡ്. ഒരു നിരപരാധിയെ കല്ലെറിഞ്ഞാൽ നാളെ നിങ്ങളെയും കല്ലെറിയും എന്ന് മുകളിലൊരാൾ ഇരിപ്പുണ്ട്. ഇത്ര ഈ പരാതി കൊടുത്താൽ അതിന് വല്ല കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? കാരണം ഈ ആരോപണം ഉന്നയിച്ച മുകേഷ് MLA പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണെന്ന് സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന സർക്കാർ ഇത്ര വർഷം അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അപ്പോൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? ഇന്നിപ്പോൾ ജനങ്ങളെല്ലാവരും അറിഞ്ഞൊരു സംഭവമാണ്, യഥാർത്ഥ സംഭവം. അപ്പോൾ ഇതിനെങ്ങനെ ആക്ഷൻ എടുക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയണം. ഗവൺമെൻറ് ഇതിലെങ്ങനെ ഇടപെടുന്നു, അല്ലേ? മിനിസ്റ്റർ അതെങ്ങനെ ആക്ഷൻ എടുക്കുന്നു, അതെല്ലാം കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവരന്വേഷിക്കട്ടെ. ഐ ആം റെഡി ടു റിവീൽ ദ ട്രൂത്ത്. ഇതാണ് വാട്ട് ഈസ് മലയാളം ഫിലിം. പല സമാനമായ അനുഭവങ്ങൾ വേറെ ആർക്കെങ്കിലും നേരിട്ടിട്ടുള്ളതായിട്ട് അവർ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സമയം ഒരു ലൊക്കേഷനിൽ അമ്മയും മോളെയും പിടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയോളം they were misusing that അമ്മ ആൻഡ് ഡോട്ടറിനെ. സീരിയസ്ലി? മലയാളം ഫിലിമിൻ്റെ? യെസ്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഡയറക്ടറെ കണ്ടോ? ഞങ്ങളെ ഡയറക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല. ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലിട്ടിട്ട് ഡയറക്ടറെയും ആരെയും അറിയിക്കാതെ ഇവരെ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു, പല ആൾക്കാരെയും കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്ടർ ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല. ഇവർ പറയാം, ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് പോകണം, കയ്യിൽ 5 പൈസയില്ല. എനിക്ക് നമ്മൾ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. അവരെ പറഞ്ഞു ചോദിച്ചു. അവർ ആ ജീവനം കൊണ്ട് ഓടിയവർ, അമ്മയും മോളും. എന്നിട്ട് 16 പൈസ കൊണ്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കണുണ്ട്. പക്ഷേ ഇവർക്ക് പ്രതികരിക്കാൻ പേടി, നാണക്കേടും. അവരുടെ അന്തസ്സൊക്കെ നോക്കണമല്ലോ. ഇവർക്കൊക്കെ പുറത്ത് പറഞ്ഞാൽ എങ്ങനെയാ കല്യാണം കഴിക്കേണ്ടേ ഇവർക്ക്? ഇപ്പോൾ സ്ത്രീകൾ ഇതിപ്പോൾ പുറത്ത് പറഞ്ഞ് വരുന്നു, അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് ഈ നടിമാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? എസ്പെഷ്യലി വാർത്താ സമ്മേളനത്തിൽ ജോമോളുടെ ഒക്കെ പ്രതികരണം കണ്ടു കാണുമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ ശത്രുവാകുന്നൊരു അവസരങ്ങളും ഉണ്ടാവുന്നില്ലേ? കാരണം അത് ശരി, അങ്ങനെ പറയാൻ പാടില്ല. ജോമോൾ എന്താ പറയേണ്ടത് വെച്ചാൽ, ഇപ്പം ജോമോൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ജോമോളുടെ റൂമിൽ പോയി ആരും കൊട്ടിയില്ല, ശരിയായിരിക്കും, ജോമോളെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ആരാണ്? അപ്പോൾ അവർ കൊട്ടിയിരിക്കും, ഡിസ്റ്റർബ് ചെയ്തിരിക്കും. ഇപ്പോൾ എല്ലാവരോടും പബ്ലിക്കായിട്ട് പറയണമെന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ ഒരു കോയിൻ്റെ 2 വശം നമ്മൾ കാണണം. അല്ലാതെ ചുമ്മാ കിടന്ന് വെട്ടി തുറന്നു എൻ്റെ ഇതിലാരും കൊട്ടിയില്ല എന്നും പറഞ്ഞ ആൾക്കാർ അത് ഒരുമാതിരി പാഷ്യാലിറ്റിയാണ് കാണിച്ചത്. ഒരു സെറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ്. അങ്ങനല്ല, നമ്മൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കണം. ഷീ ഈസ് ആൾസോ എ ലേഡി.
ഈ WCC ആണ് ഇതിന് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നതും അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ പ്രതികരണശേഷിയുള്ളവരായി മാറണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ഒരു ശുദ്ധികലാശം നടക്കണം. ശുദ്ധികലാശം നടന്നിട്ട് ഈ അമ്മ ഓർഗനൈസേഷനിൽ സ്ത്രീകളും വരണം, പുരുഷന്മാരും വരണം, യങ് ജനറേഷൻ. ഈ സീനിയേഴ്സിനെ എല്ലാം മാറ്റണം, റിമൂവ് ചെയ്യണം. അവരെ നിന്ന് പിന്നെയും ഇവരുടെ പൊസിഷനാണ് നടക്കുന്നത്, ആധികാരികമാണല്ലോ നടക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കരുത്, അവരെ മാറ്റണം. ഇന്ന് കാലങ്ങൾ എത്രയായി, എന്തോരം ആർട്ടിസ്റ്റുകളാണ് സഫർ ചെയ്യുന്നത്, അവരാരും പുറത്ത് പറയുന്നില്ല. പക്ഷെ അവരുടെ എല്ലാവരും പ്രാർത്ഥന കേട്ട ദിവസമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ അമ്മയുടെ തലപ്പത്തേക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസമുള്ള ടോവിനോ ഇസ് എ ഗുഡ് പേഴ്സൺ, ഈസ് എഡ്യൂക്കേറ്റഡ്. പാർവതി, ഇവരൊക്കെ വരട്ടെ. പിന്നെ മമ്മൂക്കയുടെ മോന്, അങ്ങനെയുള്ളവരൊക്കെ വരണം. നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല തൻ്റെയുള്ളത് വരണം. അല്ലാണ്ട് എന്ത് പ്രശ്നം നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ പവറിൽ വരേണ്ടത്, അല്ലേ? സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർ കാര്യങ്ങൾ തീരുമാനിക്കും, അവരൊരു മാഫിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മിനുവിന്റെ എന്തെങ്കിലും ഒരു അറിവിൽ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നുള്ളൊരു എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ മനസ്സിൽ? മുകേഷ് നമ്മൾ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഞാൻ അത്രത്തോളം ഒന്നും അങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി വൺസ് ഇത് ലെഫ്റ്റ് ചെയ്താണല്ലോ. പിന്നെ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനും കൂടി ഇഷ്ടമില്ലായിരുന്നു. ഇവരെന്തൊക്കെയോ വാട്സ് ഓവർ ഗോയിങ് ഓൺ, സംതിങ് ഈസ് ഗോയിങ് ഓൺ, എക്സ്പെക്ടേഷൻ മസ്റ്റ് ബി ഹാപ്പനിങ്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതോട് ചുഴ്ന്നു നോക്കിയിട്ടില്ല. ഇങ്ങനെ പോവാ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. എന്ത് പവർ ഗ്രൂപ്പ് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അവരെ ഹേറ്റ് ആയിപ്പോയി, അത്ര ഫ്രസ്ട്രേഷൻ ഉണ്ട് എനിക്ക്. പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇതിലെ ഓർമ്മ വരും. എനിക്കതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുക, കാരണം ഇറ്റ്സ് എ ബിറ്റർ എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടായിരുന്നില്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്താൽ പിള്ളേരെ എഫക്ട് ചെയ്യത്തില്ലേ? സ്കൂളിലൊക്കെ പല രീതിയിൽ പിള്ളേരെ, അപ്പോൾ അവരുടെ പഠിത്തത്തെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് പിള്ളേരായിരുന്നു വലിയത് ആ സമയത്ത്. ഇപ്പോൾ ധൈര്യമായി, ഇപ്പൊ അവർ മച്ചുവേർഡായി. ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, ദേ വിൽ ആൾസോ റിയാക്ട്.